ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിംഗിലത്തെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയത് അപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ബിസിനസ്സിൽ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെക്കൻഡ് പോയിന്റാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്, ആക്സെപ്റ്റിംഗ് എ സ്പെഷ്യൽ ഓർഡർ ഓർ ഫോറിൻ ഓർഡർ. നമുക്കൊരു ഫോറിൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണ്ടേ എന്നൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സ് യൂസ് ചെയ്യാം. അതിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഫോറിൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യാം. Sales 5,000 unit, that is the 50% of capacity. Direct material 35,000, direct labor 25,000, direct expenses 5,000, variable overheads 10,000. Then fixed overheads 30,000. Selling price rupees 25. The company receives a foreign order for the supply of 2,000 unit at rupees 20. Suggest whether the foreign order can be accepted or not. അതായത് 5,000 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ കപ്പാസിറ്റിയുടെ 50% ആയിട്ടുള്ള നമ്മളിപ്പോഴും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി പ്രൊഡക്ഷൻ കൂട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് തന്നേക്കണോ, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് തന്നേക്കണോ. ദെൻ നമുക്ക് സാധാരണ തരത്തെ വേറൊരു സംഭവം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ്. അതും എന്ത് തന്നെയാണ്, വാരിയബിൾ കോസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ മൂന്നെണ്ണാണ് വരാറ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് വാരിയബിൾ ഓവർ ഹെഡ്സ്. ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെ എടുക്കാം, മാർജിനൽ കോസ്റ്റ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ 4 വാരിയബിൾ കോസ്റ്റ് സബ് 4 വരും. അത് മാത്രമേ പ്രത്യേകതയുള്ളൂ. ദെൻ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് തന്നിരിക്കുന്നു, ബാക്കിയൊന്നുമില്ല. ദെൻ ദ കമ്പനി റിസീവ്സ് എ ഫോറിൻ ഓർഡർ ഫോർ ദ റുപ്പീസ് ഫോർ 2,000 യൂണിറ്റ്. 2000 യൂണിറ്റിന് ഒരു ഫോറിൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് എത്ര രൂപയ്ക്ക് കൊടുക്കാനാണ് പറഞ്ഞേക്കണത്, 20 റുപ്പീസിന് കൊടുക്കാനാണ് പറഞ്ഞേക്കണത്. നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽക്കുന്നത് 25 റുപ്പീസാണ്. പക്ഷേ നമ്മളോട് ഫോറിൻ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടതായിട്ട് വരും, 20 റുപ്പീസിന് വിൽക്കേണ്ടതായിട്ട് വരും. അവർ ഡിമാൻഡ് ചെയ്തേക്കേണ്ട 2,000 യൂണിറ്റുമാണ്. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കണം, ആക്സെപ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടത് നമ്മൾ ഡിസിഷൻ എടുക്കണം. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുകൊണ്ട് തന്നെ ആദ്യം എല്ലാ വാരിയബിൾ കോസ്റ്റിൻ്റെയും പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി. അപ്പോൾ ആദ്യത്തെ വാരിയബിൾ കോസ്റ്റ് എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ. അത് എത്ര, ടോട്ടൽ 35,000. 5,000 യൂണിറ്റ് ഉണ്ടാക്കാനാണ് നമുക്ക് എത്ര വന്നേക്കുന്നത്, 35,000 വന്നേക്കുന്നത്. അപ്പോൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 35,000 ഡിവൈഡഡ് ബൈ 5,000, ദാറ്റ് ഇസ് ഈക്വൽ ടു 7 കിട്ടി. ദെൻ ഡയറക്റ്റ് ലേബർ ടോട്ടൽ വന്നിരിക്കുന്നത് 25,000 ഡിവൈഡഡ് ബൈ 5,000, ദാറ്റ് ഇസ് ഈക്വൽ ടു 5. ദെൻ ഡയറക്റ്റ് വേരിയബിൾ ഡയറക്റ്റ് എക്സ്പെൻസസ് അത് എത്രയാണ്, 5,000 ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ് 5,000, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. Then the variable overheads total വന്നിരിക്കുന്നത് 10,000 divided by 5,000, that is equal to 2. അപ്പോൾ നമ്മൾ എല്ലാ വാരിയബിൾ കോസ്റ്റിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു, പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫോറിൻ ഓർഡർ ഇല്ലാണ്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വിത്തൗട്ട് ഫോറിൻ ഓർഡർ. നമ്മൾ നമ്മുടെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ആദ്യം നമ്മൾ എന്ത് എഴുതണം, സെയിൽസ് എഴുതണം. ഹോം മാർക്കറ്റിൽ എത്ര വിൽക്കുന്നുള്ള 5,000 യൂണിറ്റാണ് വിൽക്കുന്നത് ഫോർ റുപ്പീസ് 25. അപ്പോൾ സെയിൽസ് ഇസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 25. നമുക്ക് എത്ര കിട്ടും, 1,25,000 കിട്ടും. ദെൻ നമ്മൾ മാർജിനൽ കോസ്റ്റുകൾ, വാരിയബിൾ കോസ്റ്റുകൾ ലെസ് ചെയ്യണം. ലെസ് വാരിയബിൾ കോസ്റ്റ്, 4 വാരിയബിൾ കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. 1 by 1 ആയിട്ട് എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയൽ 35,000, ഡയറക്റ്റ് ലേബർ 25,000, വാരിയബിൾ എക്സ്പെൻസസ് 5,000, വാരിയബിൾ ഓവർ ഹെഡ്സ് 10,000. വാരിയബിൾ എക്സ്പെൻസസ് അല്ല, ഡയറക്റ്റ് എക്സ്പെൻസസ് 5,000ഉം വാരിയബിൾ ഓവർ ഹെഡ്സ് 10,000ഉം കിട്ടി. അതിൻ്റെ ടോട്ടൽ 75,000 കിട്ടി. സെയിൽസിൽ നിന്നും ഈ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി, 50,000 കിട്ടി. ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 20,000 കിട്ടും. അതായത് ഫോറിൻ ഓർഡർ ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ ഹോം മാർക്കറ്റിൽ മാത്രം വിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റും, 20,000 റുപ്പീസ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫോറിൻ ഓർഡർ കൂടി വരുമ്പോൾ നമുക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫോറിൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ആദ്യം നമ്മൾ എന്ത് വെച്ച് തുടങ്ങണം, സെയിൽസ് വെച്ച് തുടങ്ങണം. അതിൽ 2 സ്പ്ലിറ്റപ്പ് കൊടുക്കണം. ഡൊമസ്റ്റിക്കിന് വാരിയേറ്റ് കൊടുക്കണം, ഫോറിനിന് വാരിയേറ്റ് കൊടുക്കണം. ആദ്യം നമ്മൾ ഡൊമസ്റ്റിക് എഴുതി. ഡൊമസ്റ്റിക്കിൽ ഇപ്പോൾ എത്ര തന്നെയാണ്, 5,000 യൂണിറ്റാണ്. എത്ര രൂപ വെച്ച്, 25 റുപ്പീസ് വെച്ച്. ഇപ്പോൾ 5,000 ഇൻറ്റു 25, 1,25,000 കിട്ടി. ദെൻ നമുക്ക് ഫോറിൻ ഓർഡർ എത്ര യൂണിറ്റിനാണ് കിട്ടിയേക്കുന്നത്, 2,000 യൂണിറ്റ് ആണ് കിട്ടിയേക്കുന്നത്. എത്ര രൂപ വെച്ച്, 20 റുപ്പീസ് വെച്ച്. അപ്പോൾ 2,000 ഇൻറ്റു 20, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 40,000 കിട്ടും.
അത് രണ്ടും കൂടി ആഡ് ചെയ്തതായിരിക്കും നമ്മുടെ ടോട്ടൽ സെയിൽസ് ആയിട്ട് വരിക. എത്ര? 1,65,000 ആയിട്ട് വരും. അപ്പം നമുക്ക് ഡൊമസ്റ്റിക്കിലത്തെയും ഫോറിനത്തെയും കൂടി ടോട്ടൽ സെയിൽസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 5,000 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള വാരിയബിൾ കോസ്റ്റുകളാണ്. നമ്മൾ ഫോറിൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും? ഡൊമസ്റ്റിക്കിന് വേണ്ടി 5,000ഉം ഫോറിന് വേണ്ടി 2,000ഉം, അങ്ങനെ ടോട്ടൽ നമ്മൾ 7,000 യൂണിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ 7,000 യൂണിറ്റിൻ്റെ വാരിയബിൾ കോസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിച്ചു. 7,000 ഇൻറ്റു ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻറ്റു 7. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 49,000 കിട്ടി. ദെൻ ഡയറക്റ്റ് ലേബർ 7,000 ഇൻറ്റു പെർ യൂണിറ്റ് കോസ്റ്റ് 5 കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 35,000 കിട്ടി. ഡയറക്റ്റ് എക്സ്പെൻസസ് 1 ആണ്, 7,000 ഇൻറ്റു 1 7,000 തന്നെ. വാരിയബിൾ ഓവർ ഹെഡ്സ് 2 ആണ്, 7,000 ഇൻറ്റു 2 14,000 നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 1,05,000 റുപ്പീസാണ് നമുക്ക് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കിട്ടുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. എത്ര രൂപ കിട്ടും? 60,000 കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റായ 30,000. നമുക്കറിയാം യൂണിറ്റ് കൂടിയാലും എന്തിനു മാറ്റുന്നില്ല? ഫിക്സഡ് കോസ്റ്റിന് മാറ്റുന്നില്ല. അപ്പോൾ 30,000 തന്നെയാണ്. അപ്പോൾ 60,000 നിന്ന് 30,000 കുറച്ചപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി? 30,000 കിട്ടി. അപ്പോൾ നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യുന്നു ചെയ്യണ്ടേ? നമുക്ക് ഫോറിൻ ഓർഡർ ഇല്ലാത്തപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 20,000 ആണ്. ഫോറിൻ ഓർഡർ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 30,000 ആണ്. നമുക്ക് വ്യത്യാസം ഒരു 10,000 രൂപയുടെ അധികം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും? ഇറ്റ് ഈസ് ബെറ്റർ ടു ആക്സെപ്റ്റ് ദി ഫോറിൻ ഓർഡർ. കാരണം നമുക്ക് ലാഭകരമാണ്. 10,000 രൂപ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ടു ആക്സെപ്റ്റ് ദി ഫോറിൻ ഓർഡർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫോറിൻ ഓർഡർ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്പെഷ്യൽ ഓർഡർ, ഗവൺമെൻറ് ഓർഡറൊക്കെ ആക്സെപ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ടാമത്തെ ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, പ്ലസ് ഇന്നത്തോടെ ഇപ്പോൾ ടോട്ടൽ 4 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേണിനെ വേറെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് വിത്ത് ഫോറിൻ ഓർഡറും വിത്തൗട്ട് ഫോറിൻ ഓർഡറിൻ്റെയും മാർജിനൽ കോസ്റ്റ് വരച്ച് ഏതാണോ ലാഭകരം അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത എല്ലാത്തിലും നമുക്ക് ഏതിൻ്റെ ലാഭകരമായിട്ട് വന്നേക്കുന്നത്? ഫോറിൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെയാണ് ബെനിഫിറ്റായിട്ട് വന്നിരിക്കുന്നത്. വേറെ റിവേഴ്സും വരാട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ കമൻറ്റ് എഴുതിയാൽ മതി. ഇനി നമ്മൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഏരിയയിലേക്ക് പോവാണ്. മേക്ക് ഓർ ബൈ ഡിസിഷൻ. മേക്ക് ഓർ ബൈ. മേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണോ ഓർ ബൈ അതോ മേടിക്കണോ. അതായത് നമുക്കറിയാം, നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ നിർബന്ധമായിട്ടൊരു എലമെൻ്റാണ്, കമ്പോണൻ്റാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കമ്പോണൻറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. നമ്മൾ സാധാരണ പണ്ട് നമ്മൾ സപ്ലൈ ചെയിനിൽ പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സപ്ലൈയറിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തുണ്ടാക്കാം? എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കും ചെയ്യാം. ഇത് രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നല്ലെങ്കിൽ സപ്ലൈയറുടെ കയ്യിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുക. ആ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കമ്പോണൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാങ്ങണോ അതോ പ്രൊഡ്യൂസ് ചെയ്യണോ, ഏത് ഡിസിഷൻ എടുക്കണം? ആ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ മാർജിനൽ കോസ്റ്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അടുത്ത ആപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത്, മേക്ക് ഓർ ബൈ ഡിസിഷൻ. Another important decision is regarding whether to make a component part in the factory or to buy it from outside supplier. അതിനകത്ത് പറഞ്ഞത് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കണോ അതോ പുറത്തുനിന്നുള്ള സപ്ലൈയുടെ കയ്യിൽ നിന്ന് വാങ്ങണോ എന്നൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. The decision is based on the marginal cost of producing the component and price quoted by the supplier. അപ്പോൾ നമുക്ക് ഇതിലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്ന മാർജിനൽ കോസ്റ്റ് നോക്കുക. ദെൻ പ്രൈസ് കോട്ടഡ് ബൈ ദ സപ്ലയർ. നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് സപ്ലയർക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് നോക്കുക. അതാണ് നോക്കേണ്ടത്. ദ ഡിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ കമ്പോണൻറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ്, ആ കമ്പോണൻറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന മാർജിനൽ കോസ്റ്റ് നോക്കുക. മാർജിനൽ കോസ്റ്റ് നോക്കണ്ട കേട്ടോ, ടോട്ടൽ കോസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് നോക്കിയാൽ മതി? മാർജിനൽ കോസ്റ്റ് മാത്രം നോക്കുക.
അല്ലെ അത് നോക്കുക. പ്ലസ് പിന്നെ എന്ത് നോക്കുക, പ്രൈസ് കോട്ടഡ് ബൈ ദ സപ്ലയർ. നമ്മളത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ സപ്ലയർക്ക് എത്ര രൂപ കൊടുക്കണം, അയാൾ എത്ര രൂപ ചോദിക്കും എന്നത് നോക്കുക. ഇഫ് ദ മാർജിനൽ കോസ്റ്റ് ഈസ് ലോവർ ദാൻ ദി പ്രൈസ് കോട്ടഡ് ബൈ ദ സപ്ലയർ ദ കമ്പോണൻറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്. അങ്ങനെ ഇത് രണ്ടും നമ്മൾ നോക്കി, മാർജിനൽ കോസ്റ്റും നോക്കി, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കാമെന്ന് മാർജിനൽ കോസ്റ്റും നോക്കി, സപ്ലയർ കോട്ട് ചെയ്ത പ്രൈസും നോക്കി. മാർജിനൽ കോസ്റ്റ് കുറവും പ്രൈസ് കോട്ടഡ് കൂടുതലുമാണെങ്കിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണം, മേക്ക് ഡിസിഷൻ എടുക്കണം. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ കാശ് കുറവാണ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുന്ന മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണം, മേക്ക് ഡിസിഷൻ എടുക്കണം. പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട, നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കാനുള്ള മേക്ക് ഡിസിഷൻ എടുക്കണം. അതേസമയം നമുക്ക് വരുന്ന മാർജിനൽ കോസ്റ്റ് കൂടുതലും പുറത്തുനിന്നുള്ള സപ്ലൈയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് കുറവുമാണെങ്കിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും, ബൈ ഡിസിഷൻ എടുക്കും. നമുക്ക് വാങ്ങാം, കാരണം നമ്മൾ കമ്പനിയിൽ ഉണ്ടാക്കാൻ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് കൂടുതലാണ്, അതിനേക്കാൾ വില കുറവിൽ നമുക്ക് സപ്ലൈയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും, ബൈ ഡിസിഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഡിസിഷൻ എടുക്കാനുള്ള ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഒന്നല്ലെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. നമുക്ക് വാങ്ങാൻ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, കമ്പോണൻ്റ് ഉണ്ടാക്കാൻ വരുന്ന മാർജിനൽ കോസ്റ്റ് കുറവാണെങ്കിൽ, ഏതിനേക്കാൾ, സപ്ലൈയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുക, മേക്ക് ഡിസിഷൻ എടുക്കുക. അതേസമയം നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന കോസ്റ്റ് സപ്ലൈർ തരുന്ന കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുക, ബൈ ഡിസിഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സ് യൂസ് ചെയ്ത് മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ ഏരിയ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഞാൻ വായിക്കാം. ദി മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി ഫൈൻഡ്സ് ദാറ്റ് വൈൽ ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ കമ്പോണൻറ്റ് പാർട്ട് ഈസ് ₹10, ദ സെയിം ഈസ് അവൈലബിൾ അറ്റ് ₹9. മെറ്റീരിയൽ കോസ്റ്റ് 3.5, then direct cost, direct labor, മെറ്റീരിയൽ കോസ്റ്റ് വന്നേക്കുന്നത് 3.5ഉം ഡയറക്റ്റ് ലേബർ 4ഉം അതർ വാരിയബിൾ എക്സ്പെൻസസ് 1ഉമാണ്. ദെൻ ഫിക്സഡ് എക്സ്പെൻസസ് 1.5. സജസ്റ്റ് വെദർ ടു ബൈ ഓർ മേക്ക്. ഓൾസോ ഗീവ് യുവർ വ്യൂസ് ഇൻ കേസ് ദ സപ്ലയർ റെഡ്യൂസസ് ദ പ്രൈസ് ഫ്രം 9 to 8. അതായത് ഒരു കമ്പനിക്ക് ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് ആ സെയിം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് അവൈലബിൾ ആണ്, 9 rupeesന് അവൈലബിൾ ആണ്. ആ 10 രൂപയുടെ സ്പ്ലിട്ടപ്പുകളാണ് പറഞ്ഞേക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റിനുണ്ട്, അത് ഡയറക്റ്റ് മെറ്റീരിയലിനായിട്ട് 3.5 വരും, ദെൻ ഡയറക്റ്റ് ലേബർ 4 വരും, ദെൻ ഫിക്സഡ് വാരിയബിൾ 1 വരും, ആൻഡ് വാരിയബിൾ എക്സ്പെൻസസ് 1 വരും, ഫിക്സഡ് എക്സ്പെൻസസ് 1.5 വരും. അങ്ങനെയാണ് 10 രൂപ വന്നേക്കുന്നത്. ആദ്യം പറഞ്ഞ 10 രൂപ വന്നതിൻ്റെ 10 രൂപയുടെ സ്പ്ലിട്ടപ്പാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുകയാണ്, ഈ കമ്പനി ഉണ്ടാക്കണോ, മേക്ക് ചെയ്യണോ, ബൈ ചെയ്യണോ, ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളോട് ഒരു സജഷൻ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇത് ആദ്യം എത്ര രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള, 9 രൂപയ്ക്ക്. ഇനി സപ്ലയർ 9ൽ നിന്ന് 8 രൂപയായിട്ട് കുറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡിസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എത്ര രൂപ വെച്ച് കാണണം, സപ്ലയർ 9 രൂപയ്ക്കാണ് തരണമെന്ന് അത് വെച്ച് കാണുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് നോക്കണം, ആ 9 രൂപ എന്നുള്ളത് 8 രൂപയായിട്ട് കുറച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ കമൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുകൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ചെയ്യാം. അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ടു മേക്ക് എ ഡിസിഷൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് അല്ല, ടോട്ടൽ മാർജിനൽ കോസ്റ്റും വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ആ മാർജിനൽ കോസ്റ്റും സപ്ലയർ കോട്ട് ചെയ്ത കോസ്റ്റും തമ്മിലാണ് കമ്പയർ ചെയ്യുക, അല്ലാണ്ട് ടോട്ടൽ കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വാരിയബിൾ കോസ്റ്റെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതിന് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, വാരിയബിൾ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് മാത്രമാണ്. അപ്പോൾ അത് എഴുതുക. ഡയറക്റ്റ് മെറ്റീരിയൽ 3.5, ഡയറക്റ്റ് മെറ്റീരിയൽ തന്നെയാണ് അവിടെ തന്നിരിക്കുന്നത്. ദെൻ ഡയറക്റ്റ് ലേബർ 4, അതർ വാരിയബിൾ എക്സ്പെൻസസ് 1. അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും, 8.5 കിട്ടും. അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 8.5 rupees ആണ്.
ഇനി ഇത്രയ്ക്കുള്ള കാൽക്കുലേഷൻ നമ്മുടെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കമൻ്റാണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ സപ്ലയർ എത്ര രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞേക്കണത്? 9 റുപ്പീസിനാണ് തരാനായിട്ട് പറഞ്ഞേക്കണത്. നമുക്കത് ഉണ്ടാക്കാനായിട്ട് 8.5 റുപ്പീസ് ചിലവാകുന്നു. അത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് 9 രൂപയും ചിലവാകുന്നു. ഏതാ നല്ലത്? നമുക്ക് കമ്പനിയിൽ ഉണ്ടാക്കിയാൽ പോരെ? അതിന് എത്ര രൂപയാവുന്നുള്ളൂ? 8.5 റുപ്പീസ് എല്ലാം ആവണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്തു? ഇഫ് ദ പ്രോഡക്ട്സ് ആർ അവൈലബിൾ അറ്റ് ₹9, ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ പ്രോഡക്റ്റ്. 50 രൂപയ്ക്കാണ് നമുക്ക് ഈ കമ്പോണൻറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അതിനും വില കുറവിൽ അതിനേക്കാൾ കുറവ് മാർജിനൽ കോസ്റ്റിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ പ്രോഡക്റ്റ്. മേക്ക് ഓർ ബൈയിൽ ഏത് ഓപ്ഷൻ എടുത്തു? നമ്മൾ മേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് നമ്മുടെ സപ്ലയർ 8 രൂപയ്ക്ക് തരാമെന്ന് സമ്മതിച്ചാൽ ഇഫ് ദ പ്രോഡക്ട്സ് ആർ അവൈലബിൾ അറ്റ് 8 റുപ്പീസ് ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രൊഡ്യൂസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ദ പ്രോഡക്റ്റ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ വാങ്ങിയാൽ മതി. കാരണം എന്താണ്? നമുക്ക് ഉണ്ടാക്കാനായിട്ട് എത്ര രൂപ ചിലവാകുന്നുണ്ട്? 8.5 റുപ്പീസ് ചിലവാകുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ സെയിം കമ്പോണൻറ്റ് 8 രൂപയ്ക്ക് പുറത്തുനിന്ന് കിട്ടുന്നു. അപ്പോൾ ഏത് ഡിസിഷൻ എടുക്കുക? നമ്മൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കാതെ നമുക്കത് പുറത്തുനിന്ന് വാങ്ങിയാൽ മതി എന്നൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ 8 രൂപയ്ക്കാണ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്തു? ബൈ ഡിസിഷൻ എടുത്തു. ഓക്കെ, ഇത്രയ്ക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വേറെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് മാത്രം കണ്ടുപിടിക്കുക. അതിൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കിട്ടുന്ന ആൻസറും സപ്ലയർ എഗ്രി ചെയ്ത ആൻസറും തമ്മിൽ കമ്പയർ ചെയ്യുക. ഏതാണോ കുറവ് അതിന് സ്യൂട്ടായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ പ്രോഡക്റ്റ് ₹5. ദ സെയിം ഈസ് അവൈലബിൾ അറ്റ് ₹4.5. ദെൻ ആ 5ൻ്റെ സ്പ്ലിറ്റപ്പാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ 2, ഡയറക്റ്റ് ലേബർ 1, വാരിയബിൾ ഓവർ ഹെഡ്സ് 1, ഫിക്സഡ് ഓവർ ഹെഡ്സ് 1. സജസ്റ്റ് ദ വെദർ ടു ബൈ ഓർ മേക്ക്. Also give your views in the case the product is available at ₹3.5. അപ്പോൾ ആദ്യം പറഞ്ഞത് എത്ര രൂപയ്ക്ക് തരാമെന്നായിരുന്നു? 4.5 റുപ്പീസിന് തരാമെന്നായിരുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര രൂപയ്ക്ക് കിട്ടുന്നുണ്ട്? 3.5ന് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെയും കമൻറ്റുകൾ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ നേരത്തെ ചെയ്തോണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് കാണണം? നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങാം. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് is equal to, അതിൽ ആദ്യം എന്തൊക്കെ വരും? ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? 2 റുപ്പീസ്, ഡയറക്റ്റ് ലേബർ 1 റുപ്പി, വാരിയബിൾ ഓവർ ഹെഡ്സ് 1 റുപ്പി. അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? ടോട്ടൽ വാരിയബിൾ എക്സ്പെൻസ് ആയി നമുക്ക് എത്ര കിട്ടി? 4 റുപ്പീസ് കിട്ടി. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കി നോക്കിയാൽ 4 രൂപയുണ്ട്. അത് എത്ര രൂപയ്ക്ക് ആദ്യം പറഞ്ഞത്? 4.5 റുപ്പീസിനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് നല്ലത്? നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. പുറത്തുനിന്ന് മേടിക്കുമ്പോൾ 4.5 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എത്ര രൂപ വരണുള്ളൂ? 4 റുപ്പീസാണ് വരുന്നുള്ളൂ. അപ്പോൾ എന്താ ഡിസിഷൻ എടുക്കണം? മേക്ക് ഡിസിഷൻ എടുക്കണം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര രൂപയ്ക്ക് അവൈലബിൾ ആണ്? 3.5 റുപ്പീസിന് അവൈലബിൾ ആണ്. അതപ്പോൾ എന്താ ഡിസിഷൻ ആയിരിക്കും നല്ലത്? ബൈ ഡിസിഷനാണ് നല്ലത്. കാരണം നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് 4 റുപ്പീസ് വരുന്നുണ്ട്. പക്ഷേ സെയിം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അതിനേക്കാൾ വില കുറവിൽ 3.5 റുപ്പീസിന് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് അപ്പോൾ എന്താ ഡിസിഷൻ എടുക്കാം? ബൈ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് അടുത്ത സ്ലൈഡിലാണ് എന്നെ കമൻറ്റ് ചെയ്തേക്കുന്നത്, നോക്കാം. If the products are available at 4.5 rupees, it is better to make the product. കാരണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് 4 റുപ്പീസാണ് വരണുള്ളൂ. അതിനേക്കാൾ വില കൂടുതൽ നമ്മൾ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം ഇല്ല. If the products are available at 3.5 rupees, it is better to buy the product. അതേസമയം 3.5 റുപ്പീസിന് സപ്ലൈർ തരാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ. കാരണം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 4 രൂപ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ വില കുറവിൽ പുറത്തുനിന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ആ ബയോ ഡിസിഷനാണ് നമ്മൾ അപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നിർത്താം. ഈ ഏരിയ നമുക്ക് അവസാനിപ്പിക്കാം. എളുപ്പമാണ്, അത്രയും ബുദ്ധിമുട്ടുള്ളതല്ല. കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ കമ്പോണൻറ്റ് പാർട്ട് 100. ദ സെയിം പാർട്ട് ഈസ് അവൈലബിൾ അറ്റ് ₹85. ദെൻ 100ൻ്റെ സ്പ്ലിറ്റപ്പ് പറയുന്നു. ഡയറക്റ്റ് മെറ്റീരിയലിനായിട്ട് 45 റുപ്പീസ് വരുന്നുണ്ട്, ഡയറക്റ്റ് ലേബറിന് 25 റുപ്പീസ്, വാരിയബിൾ ഓവർ ഹെഡ്സിന് 20 വരുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടേ ഇല്ല ഇതിൽ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഷുഡ് ദ കമ്പോണൻറ്റ് പാർട്ട് ബി മെയ്ഡ് ഓർ ബോട്ട്? ബൈ യുവർ മേക്ക് ഓർ ബൈ ഡിസിഷനാണ് നമ്മൾ എടുക്കണമെന്ന് ചോദിച്ചേക്കുന്നു. Will your answer be different if the market price is ₹75? അതേസമയം നേരത്തെ പറഞ്ഞത് എത്ര രൂപയ്ക്ക് തരാമെന്നായിരുന്നു? 85 റുപ്പീസിന് തരാമെന്നായിരുന്നു. ഇനി 85 എന്നുള്ളത് 75 റുപ്പീസിന് തരാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഡിസിഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നമ്മൾ ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഓരോന്ന് എടുത്ത് എഴുതുക. ഡയറക്റ്റ് മെറ്റീരിയൽ 45, ഡയറക്റ്റ് ലേബർ 25, അതർ വാരിയബിൾ എക്സ്പെൻസസ് 10. അങ്ങനെ നമുക്ക് ടോട്ടൽ വാരിയബിൾ എക്സ്പെൻസസ് എത്ര കിട്ടി? 8 റുപ്പീസാണ് ടോട്ടൽ വാരിയബിൾ എക്സ്പെൻസസ് ആയിട്ട് വരിക.
ഇനി നമുക്ക് കമൻറ്റ് കൊടുക്കണം. നമുക്ക് ഉണ്ടാക്കാനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 80 റുപ്പീസാണ്. പക്ഷേ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് സപ്ലയർ എത്ര രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞേക്കണേ, 85 റുപ്പീസാണ് തരാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതിനാണ് നല്ലത്? നമ്മുടെ മേക്ക് ഡിസിഷൻ തന്നെയാണ് നല്ലത്. കാരണം അതിനേക്കാൾ കൂടുതലാണ് പുറത്തുനിന്ന് വാങ്ങാനായിട്ട്. അപ്പോൾ ഇഫ് ദ പ്രോഡക്ട്സ് ആർ അവൈലബിൾ അറ്റ് 85 റുപ്പീസ്, ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ പ്രോഡക്റ്റ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞേക്കുന്നത്? 75 റുപ്പീസിന് തരാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ബൈ ദ പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് 80 റുപ്പീസ് വരുന്നുണ്ട്. അതിനേക്കാൾ 5 രൂപ കുറവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങുന്നതായിരിക്കും ലാഭകരം. ഇഫ് ദ പ്രോഡക്ട്സ് ആർ അവൈലബിൾ അറ്റ് ₹75, ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ദ പ്രോഡക്റ്റ്. നമുക്ക് 75 രൂപയ്ക്ക് കിട്ടുന്ന ചിലത് വാങ്ങാം. 85 രൂപയ്ക്കാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കുന്നതായിരിക്കും ബെനിഫിഷ്യലായിട്ട് കമ്പനിക്ക് വരും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞത് ഈ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഏരിയ കഴിഞ്ഞു. മേക്ക് ഓർ ബൈ ഡിസിഷൻ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരിക. അതിൽ നമ്മൾ എപ്പോഴാണ് മേക്ക് ഡിസിഷൻ എടുക്കുക? നമ്മുടെ മാർജിനൽ കോസ്റ്റ് സപ്ലയർ കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ മേക്ക് ഡിസിഷൻ എടുക്കും. നമ്മുടെ മാർജിനൽ കോസ്റ്റ് സപ്ലയർ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും? ബൈ ഡിസിഷൻ എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബ്ലം ചെയ്യാനായിട്ട് ആദ്യം മാർജിനൽ കോസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഒരു കമ്പാരിസൺ നടത്തി നമുക്ക് കമൻറ്റ് എഴുതി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഏരിയയിലേക്ക് കടക്കാം. അതായത് അതിൻ്റെ പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ. ഇത്ര നാളും ഈ മൂന്നെണ്ണം പഠിച്ചതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. Sometimes the firm may not be able to sell the products manufactured. Sometimes it may not be able to meet the demand of the customers. അതായത് ചില സമയത്ത് നമ്മുടെ കമ്പനിക്ക് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പ്രൊഡക്റ്റും വിറ്റഴിക്കാനായിട്ട് പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ കസ്റ്റമർക്ക് ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനും പറ്റില്ല. രണ്ട് ഓപ്പോസിറ്റ് സൈഡാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്ന് വരില്ല. ചിലപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് അവർ വാങ്ങണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ബാലൻസ് വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ കമ്പനിയിൽ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് അധികമായിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് ഉണ്ടാക്കാതെ. ഈ രണ്ട് അവസ്ഥയും നമ്മുടെ കമ്പനിയിൽ വരാം. All these due to the scarcity of some factors of production. ഇത് രണ്ടും ഉണ്ടാവാനുള്ള കാരണം സ്കേഴ്സിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് സപ്പോസ് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ ചിലപ്പോൾ എന്തായിരിക്കാം, അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള റോ മെറ്റീരിയലോ ലേബറോ ഏതെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് അവൈലബിൾ ആവാത്തത് കൊണ്ടായിരിക്കാം. ലിമിറ്റിംഗ് ഫാക്ടർ, അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ റോ മെറ്റീരിയൽ അവൈലബിൾ ആവാത്തത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയില്ല, നമ്മുടെ കസ്റ്റമറിനെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെ എന്താണ് നമുക്കൊരു ബാരിയറായിട്ട് വന്നത്? നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ കീ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ സപ്പോസ് ഒരു മാസത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ഉണ്ടാക്കലായിരുന്നു. പക്ഷെ നമുക്ക് 90 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ, 10 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അത് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ കിട്ടാത്തതാണ്. അപ്പോൾ അവിടെ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വന്നത് എന്താണ്? നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ. അതായത് നമുക്ക് നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഒരു ബാരിയറായിട്ട് വന്നത്, ആ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ. എ ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് എ ഫാക്ടർ വിച്ച് ലിമിറ്റ്സ് ഓർ റെസ്ട്രിക്ട് ദ വോളിയം ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ഫേം. നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ. എ ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് എ ഫാക്ടർ വിച്ച് ലിമിറ്റ്സ് or restrict the volume of operation of a firm. It may be shortage of material, labor, plant capacity or market demand. ഒന്നല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ എത്ര പ്രൊഡക്റ്റ് 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ കിട്ടാത്തതാവാം, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടാകും, പക്ഷേ ചിലപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലേബേഴ്സ് കിട്ടാത്തതാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിന് അത്രയ്ക്ക് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, വേറൊരു പുതിയൊരു പ്ലാന്റ് മേടിക്കാനുള്ള ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സും നമുക്കില്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഓർ മാർക്കറ്റ് ഡിമാൻഡ് ഇതിനല്ല ബാധിക്കുന്നത്. നമ്മുടെ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ്, ദ ഫേം മേ നോട്ട് ബി ഏബിൾ ടു സെൽ ഓൾ ദ പ്രോഡക്റ്റ് മാനുഫാക്ചർ. ഒരു കമ്പനിക്ക് ചിലപ്പോൾ അവരുണ്ടാക്കിയ എല്ലാ പ്രൊഡക്റ്റും വിറ്റഴിക്കാൻ പറ്റില്ല. കാരണം എന്ന് ചിലപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും, എൻ്റെ പ്രൊഡക്റ്റ് അധികം പേരും ആവശ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ഫുള്ള് നമുക്ക് വിറ്റഴിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ എന്തൊക്കെയാവാം? ലിമിറ്റിംഗ് ഫാക്ടർ ആവാം. ഒന്നല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി ഓഫ് ലേബർ ആവാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി ആവാം, അല്ലെങ്കിൽ മാർക്കറ്റിലെ ഡിമാൻഡ്
ഇല്ലാത്തവൻ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് ഒരു ഇൻറപ്ഷൻ അല്ലെങ്കിൽ ഒരു ബാരിയർ വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. Then, when there is a limiting factor, decision relates to selection of the product to be produced using the available resources or facility. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ ഡിസിഷൻസ് റിലേറ്റഡ് ടു ദി സെലക്ഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ടു ബി പ്രൊഡ്യൂസ് യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് ഓർ ഫെസിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോഴുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര മെറ്റീരിയലാണോ അവൈലബിൾ അത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് 100 യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽ ഇല്ല. എത്ര യൂണിറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ഉള്ള 90 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കും, 90 യൂണിറ്റ്സ് ഉണ്ടാക്കും. ഒന്നും ഉണ്ടാക്കാതിരിക്കില്ല, എത്രയ്ക്കാണോ നമുക്ക് ഉള്ളത് അത് വെച്ചിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കും. അതാണ് പറയുന്നത് when there is a limiting factor, decision relates to the selection of the product to be produced using the available resources or facility. Selection of the product is based on the contribution per unit of limiting factor. ഇനി സപ്പോസ് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ 2 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, എ ഓർ ബി. അപ്പോൾ ഏതാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ സപ്പോസ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എ പ്രൊഡക്റ്റിനും ഉപയോഗിക്കുന്നതും ബി പ്രൊഡക്റ്റിനും ഉപയോഗിക്കുന്നതും റോ മെറ്റീരിയൽ സെയിം ആണ്. ഇത് രണ്ടിനും കൂടിയിട്ടാണ് നമുക്ക് 100 യൂണിറ്റ് വേണ്ടത്. പക്ഷേ എങ്കിലും നമുക്ക് 90 യൂണിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കണം, ഏത് പ്രൊഡക്റ്റ്, അതായത് നമുക്ക് എന്തായാലും എയും ബിയും കൂടിയിട്ട് 100 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കാരണം 90 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് എ ഉണ്ടാക്കണം, എത്ര യൂണിറ്റ് ബി ഉണ്ടാക്കണം എന്ന് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഈ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ഓരോ പ്രൊഡക്റ്റിനുമുള്ള കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ദ പ്രോഡക്റ്റ് വിച്ച് ഗീവ്സ് ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് സെലക്റ്റഡ്. അതിൽ ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബിസിനസ്സിൽ സ്മൂത്ത് ഓപ്പറേഷന് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അത് മെയിനായിട്ടും വരിക ഒന്നല്ലെങ്കിൽ ലേബർ നോൺ അവൈലബിലിറ്റി, അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ പ്ലാന്റ് കപ്പാസിറ്റി കുറവായതായിരിക്കും. ഏത് വേണമെങ്കിലും ആകാം. അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലിമിറ്റിംഗ് ഫാക്ടർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. സപ്പോസ് ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ 2 പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ 2 ആൾട്ടർനേറ്റീവ് ഉണ്ട്, എ പ്രൊഡക്റ്റും ഉണ്ട് ബി പ്രൊഡക്റ്റും ഉണ്ട്. ഏത് പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കണം എന്ന് തീരുമാനമെടുക്കണം. പക്ഷേ ആ സമയത്തോട് ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രൊഡക്റ്റ് എയുടെ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. ഇനി ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ദെൻ പ്രൊഡക്റ്റ് ബിയുടെ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. ഏത് പ്രൊഡക്റ്റിനാണോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൂടുതൽ ആ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രോഡക്റ്റ് വിച്ച് ഗീവ്സ് ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് സെലക്റ്റഡ്. പ്രൊഡക്റ്റ് എ ആണോ ബിക്ക് ആണോ കൂടുതൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി ലിമിറ്റിംഗ് ഫാക്ടർ കിട്ടുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറയണം തന്നെ 2 നമുക്ക് ഉണ്ടാക്കണം. അതിൽ ഏത് പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കണം, അതായത് 100 എ പ്രൊഡക്റ്റും ബി പ്രൊഡക്റ്റും കൂടി നമുക്ക് മൊത്തം ഉണ്ടാക്കേണ്ടത് 100 യൂണിറ്റ് ആണ്. പക്ഷെ നമുക്ക് 90 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ഉള്ളൂ. അപ്പോൾ ഈ എയിലും ബിയിലും ഏതാണോ കൂടുതൽ ഉണ്ടാക്കേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ച് ഏത് പ്രൊഡക്റ്റിനാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൂടുതലുള്ളത് അത് മാക്സിമം അത് ഫുള്ളും ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് മറ്റേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്ന് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതാണ് 4ാമത്തെ അപ്ലിക്കേഷൻ ഏരിയ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചധികം പ്രോബ്ലങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിക്കോളും. ഇനി ഇതിൽ ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളുടെയും എന്ത് കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ. അത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിച്ച് എന്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടെന്ന്, അത് ദാറ്റ് ഈസ് ഈക്വൽ ടു
കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ. നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഏതാണോ നമുക്ക് കീ ഫാക്ടർ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ റോ മെറ്റീരിയൽ ആവാം, ചിലപ്പോൾ ലേബർ ആവാം, ചിലപ്പോൾ ടൈം ആവാം, ചിലപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി ആവാം. ഏതാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കീ ഫാക്ടർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കിട്ടും. ദെൻ തേർഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് ടേക്ക് ഡിസിഷൻ. പ്രോഡക്ട്സ് നമ്മൾ നേരത്തെ പഠിച്ചു, ഏതിനാണോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ ഏറ്റവും കൂടുതലുള്ളത് ആ പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ ഡിസിഷനായിട്ട് എടുക്കേണ്ടത്. പ്രോഡക്ട്സ് ഹാവിങ് ഹയർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ ഈസ് മോർ പ്രോഫിറ്റബിൾ. അതായിരിക്കും നമ്മൾ കൂടുതൽ പ്രോഫിറ്റബിൾ ആവുക. ഏത് പ്രൊഡക്റ്റിനാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കൂടുതലുള്ളത് അതായിരിക്കും മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ആയിട്ട് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ 3 സ്റ്റെപ്പിൽ കൂടിയാണ് ഈ കാൽക്കുലേഷൻ നടക്കുന്നത്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി ഈച്ച് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി കീ ഫാക്ടർ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ. ഏതാണോ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വന്നേക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇതെന്താ ടേക്ക് ഡിസിഷൻ. ഏത് പ്രൊഡക്റ്റിനാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി കീ ഫാക്ടർ ഏറ്റവും കൂടുതലുള്ളത് ആ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ കീ ഫാക്ടർ വരുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്, ഡിസിഷൻ എടുക്കാനായിട്ട് ചെയ്യേണ്ടത്. താങ്ക് യു.